അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ 6-7 മണിയാകുമ്പോൾ എത്തി. പിന്നെ അങ്ങനെ നമ്മൾ കുറച്ച് യാത്ര വണ്ടി ഓടിച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. ഇപ്പോൾ സമയം ഏകദേശം രാവിലെ ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് നമ്മൾ റൂം എടുത്തത്. ഇപ്പം ഇവിടെ ഒന്നും ആരും ഒരു തിരക്കില്ല. നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് വാഹനങ്ങളും വാഹന സാന്ദ്രതയില്ല, വളരെ കുറവാണ്. കാരണം മൊത്തം കാലിയായി കിടക്കണം. ചെറിയ കുറച്ച് വണ്ടികൾ, ഒരു എന്താ പറയുക, അത്രയും ഇവിടെ വണ്ടിയുള്ളൂ. ഇവിടെ പിന്നെ ക്രൗഡ് പൊതുവേ വളരെ കുറവാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ടെമ്പിൾ ഇവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് പോയാൽ ശ്രീകൃഷ്ണ ടെമ്പിളാണ്. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പം അവിടെ വിസിറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ നേരെ കൊല്ലൂർ മൂകാംബിക ടെമ്പിളിലേക്കാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ സമയം കിട്ടുവാണെങ്കിൽ ഇവിടെ നിന്ന് കയറും. ഹലോ, ഗുഡ് മോർണിംഗ്. പിന്നെ നമ്മൾ ഉടുപ്പിയിലെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നേരെ കൊല്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം 9:30 ആയിട്ട്. അപ്പം പിന്നെ ഇന്നത്തെ ഒരു വണ്ടി ഓടിച്ച ക്ഷീണമൊക്കെ ഉണ്ട്. നല്ല ഹൈവേ, 2 ലൈൻ ഹൈവേ ആണ്. സാരഥി നല്ല അമ്പലത്തിൽ പോകാൻ വേണ്ടി നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഉടുപ്പി കൊല്ലൂർ ഹൈവേ. നല്ല മിഞ്ഞ റോഡാണ്. നമ്മളൊന്ന് കേരളത്തിലെ ഹൈവേയിലാണ്. ഭയങ്കര ട്രാഫിക്. ഇവിടെ നല്ല തിങ്ങിയ ട്രാഫിക് ഒന്നുമില്ല അല്ലേ? ഭയങ്കര ട്രാഫിക് ഒന്നുമില്ല. നല്ല രസമായിട്ട് ഇങ്ങനെ നല്ല റോഡ്, അധികം വണ്ടികളില്ല. അധികം വണ്ടികളില്ല. നല്ല റോഡ്. നമ്മളെ ഇപ്പോൾ സമയം 1 മണിക്കൂറും 15 മിനിറ്റ് 57 കിലോമീറ്റർ കൊല്ലൂരേക്ക് നേരെ അങ്ങനെ പോവാം. നമ്മളെ സെലേറിയോ തൽക്കാലം ഇന്ന് സിട്രോനാണ്. സിട്രോനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സിട്രോണിൻ്റെ ഫ്രണ്ട് സൈഡാണ് കാണുന്നത്. അങ്ങനെ ഉടുപ്പിന്ന് കൊല്ലൂർ പോകുന്ന വഴിക്ക് നമുക്കൊരു ടോൾ ഗേറ്റ്, സസ്താൻ ടോൾ പ്ലാസ അവിടെ ടോളുണ്ട്. വണ്ടികളൊന്നുമില്ല, എല്ലാം കാലിയാ അല്ലേ? കാലിയല്ലേ? നമ്മൾ ഫാസ്ടാഗ് ഇല്ലേ? ഉണ്ടാവും, പൈസ ഉണ്ടാവും. ഫാസ്ടാഗ് ഇന്നലെ ഫില്ല് ചെയ്ത് വെച്ച്. ഫാസ്ടാഗ് പിടിച്ചോ. വെൽക്കം ഫാസ്ടാഗ് പിടിച്ചോ. റോഡെല്ലാം മാറി നമ്മുടെ നാട്ടിലെ റോഡ് പോലെ ചടകൂടെല്ലാം കുഴിയൊക്കെ ഉണ്ട്. കുറെ കുഴിയെല്ലാം വീണല്ല. ഏഴ് കുഞ്ഞാണ്ടി ടേണിംഗ് ആണ്. Emergency recording complete. ഇങ്ങനെ മന്തി ഭക്ഷണം കഴിച്ചില്ലല്ലേ?
സാരഥീൻ്റെ പാട്ട് പാട്ട് പാട്. അങ്ങനെ പാടിയിരുന്ന പഴയ അത് ഏതെങ്കിലും പാട്ട് കുടജാദ്രിയിൽ കൊടികളിലും അതേത് സിനിമ പാട്ട് ഏതെങ്കിലും? സുഗമോ ദേവി അല്ല, സുഗമോ അങ്ങനെ നമ്മള് കൊല്ലൂർ മൂകാംബിക ടെമ്പിൾ ഗേറ്റിനകത്ത് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊല്ലൂർ മൂകാംബിക ടെമ്പിളിൻ്റെ മെയിൻ കവാടത്തിലെത്തിയിട്ടുണ്ട്. ബസ്സുകളൊക്കെ കയറി പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങള് കവാടത്തിൻ്റെ ഉള്ളിലൂടെ അകത്ത് കിടന്ന് മഴ ചാറുന്നുണ്ടെന്ന് കേട്ടോ, ചെറുതായിട്ട്. അവിടെ ഉണ്ടാവില്ല. 5 മിനിറ്റ് എത്താറായി. നമ്മളൊന്നും ഭക്ഷണമല്ല ഭക്ഷണം നമുക്ക് വണ്ടി നിർത്തിയിട്ട് പ്ലേസിലെ പാർക്കിംഗ് കിട്ടിയ പ്രൈവറ്റ് ആയിരിക്കും. നേരെ വണ്ടി ഗ്ലാസ് നോക്കി കല്ലുണ്ടോ മതിയാ പോവാ. ഓക്കെ മതിയല്ലോ മതി. സോറി ഗ്ലാസ് എല്ലാം പൊക്കിക്കോ. ഇതാണ് നമ്മൾ കൊല്ലൂരിൽ കിട്ടിയ പാർക്കിംഗ് ആയത്. അവിടെ അപ്പുറത്തൊരു പാർക്കിംഗ് ഉണ്ട്, അതെല്ലാം ഫുള്ളായി. അപ്പോൾ ഇവിടെ കണ്ടോ ഫുൾ മഴ പെയ്ത് ചളിയാണ്. അപ്പോൾ നമ്മൾ അവിടെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ ഏകദേശം മുമ്പിൽ എത്തിയല്ലേ. ഭയങ്കര തിരക്കുണ്ടെന്ന് തോന്നുന്നു അത്യാവശ്യം. അതെ, ഇവിടെ ജ്യോതിസ് റെസിഡൻസ്. ഇവിടെ നമ്മൾ മുന്നേ താമസിച്ചിട്ടുണ്ട് കേട്ടോ, മുന്നേ വന്നപ്പോൾ. പശു നോക്കിയേ, സുഖാനി നോക്കിയേ, പശു അമ്പോ ഭയങ്കര പശു. അതായത് അമ്പലത്തിലേക്കുള്ള ഫ്രണ്ടിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇതാ ഇവിടെ സാധനങ്ങളൊക്കെ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട്. ഫ്രണ്ടിലേക്കുള്ള എൻട്രൻസ് ഉണ്ട്. ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലമുണ്ടെന്നോ അല്ലേ? ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട്. നല്ല ബഹളമുണ്ട്. ഇതാണെങ്കിൽ കണ്ട, ഇതാണ് അമ്പലത്തിൻ്റെ മൂകാംബിക ടെമ്പിളിൻ്റെ ഫ്രണ്ടിലേക്കുള്ള വഴിയാണ്. ഇവിടെ വലിയൊരു ഫാനുണ്ട് കേട്ടോ, വലിയൊരു ഫാന് വടക്കം. മൂകാംബിക കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലാണ്. പ്രസാദ കൗണ്ടറുകൾ.
മഴയിൽ കുതിർന്ന കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ്. നല്ല മഴയാണ്. പിന്നെ നവമി ആരംഭിക്കുന്ന ദിവസമാണ്. ഹലോ, അങ്ങനെ ഞാൻ മൂകാംബിക ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനുള്ള സമയം. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷേത്രത്തിന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇതിപ്പോൾ ജ്യോതിസ് റെസിഡൻസി, ഇത് ഇവിടെയൊക്കെ വന്ന ആളുകൾക്ക് അറിയാൻ ഇത് ജസ്റ്റ് ഒരു തോട് കടന്ന് ഇപ്പുറത്ത് വന്ന ജ്യോതിസ് റെസിഡൻസിയാണ്. അവിടെ നിന്നാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. അപ്പം ജ്യോതിസ് റെസിഡൻസിയുടെ എൻട്രൻസ് ആണ്. ഇതിനകത്തു നിന്നാണ് ഇപ്പം ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അപ്പം ഇത് ഭക്ഷണം കഴിക്കുന്നത് നേരെ നാട്ടിലേക്ക് തിരിക്കാനുള്ള പ്ലാനാണ്. പപ്പടം സുഹാനി പകുതിയാക്കി അല്ലേ? സുഹാനി പപ്പടം പകുതി കഴിച്ച്. ബോയിൽഡ് റൈസാണ് കിട്ടിയത്. അതുപോലെ പരിപ്പ് കറി, വറവ്, കൂട്ടുകറി എല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സാമ്പാറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പിടുത്തം പിടിക്കട്ടെ എന്നിട്ട് കാണാം. ഞാൻ ജ്യോതിസ് റെസിഡൻസിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ജ്യോതിസ് റെസിഡൻസി, ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഇവിടെ അക്കോമഡേഷൻ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മളിവിടെ താമസിച്ചിരുന്നു. ഏകദേശം സീസണൊക്കെ ആകുമ്പോൾ 4000 ആ റേഞ്ചൊക്കെ വരും. പിന്നെ ഒരുപാട് റീസണബിളായിട്ടുള്ള ചെറിയ ഹോട്ടൽസും ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ തപ്പി പിടിക്കേണ്ടി വരും. പിന്നെ കുറേ ചാരിറ്റബിൾ മഠങ്ങൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. അന്നദാനത്തിന് ഒരുപാട് സമയം ക്യൂ നിൽക്കേണ്ടില്ല. അതുകൊണ്ട് നമ്മൾ അതിന് വെയിറ്റ് ചെയ്യില്ല. നമ്മളിവിടുന്ന് പുറത്തുനിന്ന് കഴിക്കുകയായിരുന്നു. ഇതിപ്പോൾ ഇത് പിന്നെ എൻ്റെ പിന്നിൽ കാണുന്നുണ്ട്, ഇത് കണ്ടോ, അമ്പലത്തിലേക്കുള്ള വഴിയാണ്. അമ്പലത്തിലേക്ക് പോകുന്ന വഴി. ആൾക്കാർ അങ്ങോട്ടൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് വരും. ഇവിടം വരെ വണ്ടികൾ ഇവിടം വരെ അനുവദിക്കുള്ളൂ. അതിൻ്റെ ഓപ്പോസിറ്റുള്ള കാഴ്ചകൾ കാണാം. ഇത് പാർക്കിംഗ് പ്ലേസിൽ നിന്ന് ഇവിടം വരെ വണ്ടികൾ. ഇവിടെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ഇനി വണ്ടിയില്ല. അപ്പോൾ ഇപ്പോൾ ഉച്ച സമയമായിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല. പിന്നെ എല്ലാം കാലിയാണ്. ആളുകളൊക്കെ രാവിലെ വന്ന് പോയി കാണും. ഇനി എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും തിരക്കാവ് വരും. ഇത് കണ്ട ഈ ജ്യോതിസ് റെസിഡൻസിലുള്ള പാലത്തിൽ നിന്നുള്ള കാഴ്ചകളാണ്.
മൂകാംബിക ദർശനമൊക്കെ കഴിഞ്ഞു. നമ്മളിനി നേരെ തിരിച്ച് വീട്ടിലേക്ക് മേപ്പെട്ടിട്ടുണ്ട്. ഒരു 6 മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തും. എന്തായാലും മൂകാംബിക ട്രിപ്പിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്ന. എല്ലാവർക്കും കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ